ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനത്തിനു കൂടി നാം സാക്ഷിയാകാൻ പോവുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 14, നാളെയാണ് ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായ ഒരു തീയതിയാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം കേവലം യാന്ത്രികമായി കടന്നു പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. മറിച്ച് ഈ സമയത്ത് സാമൂഹികവും രാഷ്ട്രീയവും ആത്മീയവുമായ നമ്മുടെ കടമകളെക്കുറിച്ച് ഓരോ പൗരനും ബോധവാന്മാരാവുക എന്നത് നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു തേട്ടമാണ്. ഈ സന്ദർഭത്തിൽ നാം തിരിച്ചറിയേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അമിത ആത്മവിശ്വാസവും കടുത്ത നിരാശയും. അത് വ്യക്തിക്കായിരുന്നാലും രാജ്യത്തിനായിരുന്നാലും അത് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ലേഖനങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങൾ, ഡിബേറ്റുകൾ എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കാറുള്ളത് രണ്ട് രീതികളാണ്. ഒന്ന്, ചില ആളുകൾ പറഞ്ഞ് നമ്മുടെ രാജ്യം എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു എന്നുള്ള രീതിയിലൊരു വല്ലാത്ത ഒരു കടുത്ത നിരാശയുടെ സാഹചര്യം പറയാറുണ്ട്. എന്നാൽ വേറെ ചിലർ പറയാറുള്ളത് നമ്മുടെ രാജ്യം വലിയ അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകുന്നു, എല്ലാം തികഞ്ഞ ഒരു രാജ്യമാണ് എന്ന ഒരു അമിത ആത്മവിശ്വാസവും ഈ സന്ദർഭത്തിൽ പകർന്നു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഒരു പൗരൻ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാടുണ്ടാകുന്നത്. ഒരിക്കലും അമിത ആത്മവിശ്വാസവും നമുക്ക് പാടില്ല, കടുത്ത നിരാശയും നമുക്ക് പാടില്ല. അതിന് രണ്ടിന്റെയും ഇടയിലുള്ള വസതിയായ മധ്യമമായ ഒരു കാഴ്ചപ്പാടായിരിക്കണം ഇത്തരം സന്ദർഭത്തിൽ വാർത്തകളും വിശേഷങ്ങളും അവലോകനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നാം സ്വീകരിക്കേണ്ടുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത്. കാരണം കടുത്ത നിരാശ വേണ്ട എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, കടുത്ത പരീക്ഷണങ്ങൾക്കിടയിലും നമ്മുടെ രാജ്യം ഒരു രാജ്യമായി നിലനിൽക്കുന്നുവെന്നത് ഈ കാലഘട്ടത്തിലും ഒരു വലിയ ആശ്വാസമാണ്. ഒരു വേള അത് നമുക്ക് വലിയ അഭിമാനമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ മറ്റു രാജ്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരിൽ നിന്നും മറ്റു കൊളോണിയൽ ശക്തികളിൽ നിന്നുമൊക്കെ സ്വാതന്ത്ര്യം നേടിയ മറ്റു രാജ്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങൾ തന്നെ പരിശോധിച്ചു നോക്കിയാൽ അവിടങ്ങളിൽ പിന്നീട് വളരെ വൈകാതെ തന്നെ വീണ്ടും ആഭ്യന്തര സംഘർഷങ്ങൾ, കലാപങ്ങൾ ഉണ്ടായതായി നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഡേറ്റും അവരുടെ ഡേറ്റും ഒന്ന് തന്നെയാണ്. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയതാണ്. എന്നാൽ പാകിസ്ഥാനിൽ 77 വർഷത്തെ ചരിത്രത്തിൽ, അതിന്റെ കഴിഞ്ഞൊരു 77 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ അതിൽ 30 വർഷത്തിലധികവും ഭരണം നടത്തിയത് അവരുടെ സാധാരണയുള്ള ഗവൺമെന്റ് അല്ല, മറിച്ച് സൈന്യം നേരിട്ടാണ്. സൈനിക അട്ടിമറിയിലൂടെയാണ് അവിടെ ഭരണം നടത്തിയിട്ടുള്ളത്. ഒരു പ്രധാനമന്ത്രിക്കും 5 വർഷം പൂർണ്ണമായി ഭരിക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നതും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പിന്നീട് ആ രാജ്യം വീണ്ടും വിഭജിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊരു അയൽ രാജ്യമായ മ്യാൻമറിലെ അവസ്ഥയും ബംഗ്ലാദേശിലെ അവസ്ഥയും ശ്രീലങ്കയിലെ അവസ്ഥയും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുക, ആഭ്യന്തരമായ സംഘർഷങ്ങൾ കൊണ്ട് നിലവിലുള്ള സംവിധാനം തന്നെ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്രയും കാലം 80 വർഷം പൂർത്തിയാക്കുമ്പോഴും നമ്മുടെ രാജ്യം അങ്ങനെയുള്ള ഒരു അട്ടിമറിക്ക് വിധേയമായിട്ടില്ല എന്നതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ പല സന്ദർഭങ്ങളും ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എങ്കിലും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ഭരണഘടനയുടെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ 5 വർഷം കൂടുമ്പോൾ കൃത്യമായി തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും അതിൽ ആര് ജയിച്ചാലും അതിനെ പരാജയപ്പെട്ട വ്യക്തി പോയി അഭിനന്ദിക്കുകയും പരസ്പരം ആശ്ലേഷിക്കുകയും പരസ്പരം ഒരു ജനാധിപത്യ സ്വഭാവത്തോടു കൂടി വീണ്ടും രാജ്യം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം എന്നത് ചെറിയ കാര്യമല്ല, നിസ്സാര കാര്യമല്ല. കാരണം ഈ അസ്ഥിരതയുള്ള രാജ്യങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കാണുമ്പോഴാണ്
നമുക്കതിന്റെ നമ്മുടെ രാജ്യത്തിന്റെ ആ നിലക്കുള്ള ഒരു മഹത്വം നമുക്ക് തിരിച്ചറിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് എത്രമേൽ നിരീക്ഷണങ്ങൾ കേട്ടാലും നമ്മുടെ രാജ്യത്തുള്ള പ്രയാസങ്ങൾ കേട്ടാലും നമ്മൾ കടുത്ത നിരാശയിലേക്ക് പോവുക എന്നത് ഒരു ശരിയായ രീതിയല്ല. അതോടൊപ്പം തന്നെ അമിതമായ ആത്മവിശ്വാസവും അപകടം ചെയ്യും. കാരണം അത്രമേൽ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. വിഭാഗീയതയും വർഗീയതയും ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പ്രധാന അന്താരാഷ്ട്ര സൂചികകളിൽ ഓരോന്നെടുത്തു നോക്കിയാലും നമ്മുടെ രാജ്യം വളരെ വളരെ പിറകിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. 165 രാജ്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയതിൽ ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ നമ്പർ എന്ന് പറയുന്നത് 109 എത്രയോ പിന്നിലാണ് നമ്മൾ. അതേപോലെ തന്നെ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എടുത്തു നോക്കിയാൽ 159 സ്ഥാനമാണ് നമുക്കുള്ളത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എടുത്തു നോക്കിയാൽ 134 സ്ഥാനത്താണുള്ളത്. മതസ്വാതന്ത്ര്യത്തിന്റെ കാര്യം എടുത്തു നോക്കിയാൽ നമ്മുടെ രാജ്യം ആഗോളതലത്തിൽ തന്നെ പ്രത്യേകം മതസ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഹനിക്കപ്പെടുന്നു എന്ന വിഷയം പ്രത്യേകം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് ഏജൻസികൾ പറയുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ വിഭാഗീയ പ്രശ്നങ്ങൾ, വർഗീയ പ്രശ്നങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് സമൂഹത്തെ വിവിധ തട്ടുകളായി തരംതിരിക്കുകയും എന്നിട്ട് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ മറന്നുപോവുകയോ മറപ്പിച്ചു കളയുകയോ ചെയ്യുന്ന ഒരു സാഹചര്യവും കുറച്ചു കാലങ്ങളായിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് തൊഴിലില്ലായ്മ അസംഘടിത മേഖലയിൽ ഇന്ന് 85%. 85% ആളുകൾക്ക് അസംഘടിത മേഖലയിൽ നിന്ന് തൊഴിലില്ലാത്ത ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ യുവാക്കൾക്കിടയിലുണ്ട്. മാത്രവുമല്ല, നമ്മുടെ 125-ലധികം രാജ്യങ്ങളുടെ പട്ടിക എടുത്തു നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ഹങ്ങർ ഇൻഡെക്സിൽ അഥവാ പട്ടിണിയുടെ വിഷയത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ 111 സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ മുന്നിൽ വെച്ച് ചിന്തിക്കണം. ഇന്ത്യയിലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ 50% താഴെ കുട്ടികൾക്ക് മാത്രമേ 2ാം ക്ലാസ്സിലെ ലളിതമായ പാഠപുസ്തകങ്ങൾ പോലും വായിക്കാൻ കഴിയുന്നുള്ളൂ എന്നതാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു ആറ്റിക്കുറുക്കിയ ഒരു കണക്ക് പറയുന്നത്. അഥവാ വിദ്യാഭ്യാസം എത്താത്ത സ്ഥലങ്ങൾ ഇപ്പോഴുമുണ്ട്. എത്തിയിടത്ത് തന്നെ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. നമ്മുടെ കേരളം ഏറ്റവും മുന്നിലാണെന്ന് പറയുമ്പോഴും കേരളത്തിലും തന്നെ വലിയ വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും പേരെഴുതാൻ കഴിയാത്ത, അല്ലെങ്കിൽ മലയാള ഭാഷ പോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നിടത്ത് വരെ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ സ്വഭാവം. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഫെഡറൽ സ്വഭാവം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഫെഡറൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 3 രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് യൂണിയൻ ലിസ്റ്റാണ്, അഥവാ കേന്ദ്രത്തിന് മാത്രം തീരുമാനമെടുക്കാൻ അധികാരമുള്ള കാര്യങ്ങൾ. മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റാണ്, സംസ്ഥാനങ്ങൾക്ക് മാത്രം കൈകാര്യം ചെയ്യാനുള്ള ലിസ്റ്റുകൾ. മറ്റൊന്ന് കൺകറന്റ് ലിസ്റ്റാണ്, അഥവാ രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ലിസ്റ്റ്. എന്നാൽ ഈ 2 ലിസ്റ്റും വെട്ടി എല്ലാം ഒരു യൂണിയൻ ലിസ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയും ഇന്ന് എല്ലാ വിഷയത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പ്രകടമായ ഉദാഹരണമാണ് PM ശ്രീ പോലെയുള്ള കാര്യങ്ങൾ. അതിലൂടെ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് ഒരു യൂണിയൻ ലിസ്റ്റിലേക്ക് സ്വാഭാവികമായി കൈമാറ്റപ്പെടുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് ഒരു ബഹുസ്വരതയുടെ അടിത്തറ പാകിയ കാലഘട്ടമാണ് മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്നത്. അതിന്റെ ചരിത്രം മുഴുവൻ വെട്ടിമാറ്റിക്കൊണ്ട് മറ്റൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ അതിലൂടെ കൊണ്ടുവരുന്നത്, പുതിയ തലമുറയെ മാറ്റിമറിക്കുന്നത്. അപ്പൊ പഴയകാല ചരിത്രമല്ല ഇനി പുതിയ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു വേറൊരു ഇന്ത്യയായിരിക്കും ഇവിടെ, ഒരു ഏകശിലാത്മകമായ ഇന്ത്യയായിരിക്കും പുതിയ തലമുറയുടെ മനസ്സിൽ കുത്തിവെക്കപ്പെടുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ഭാഗത്ത് കടന്നുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, വിചാരണ തടവുകാർ വർദ്ധിക്കുന്നു. ഇന്ത്യയിൽ ജയിലുകളിൽ മൊത്തം തടവുകളിൽ കഴിയുന്ന കുറ്റവാളികൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ 75% മുതൽ 77% വരെ വിചാരണ തടവുകാരാണ്. ഇതിന്റെ അർത്ഥം എന്താ? അവരെ കുറ്റം എന്താണെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. 75% ആളുകൾ. അതൊക്കെ നമ്മുടെ സിസ്റ്റത്തിലുള്ള തകരാറുകളാണ്. ചരിത്രം മാറ്റി എഴുതുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പുതിയ പുതിയ അടിച്ചേൽപ്പികൾ, വന്ദേ മാതരം പോലെയുള്ള സംഗതികൾ കടത്തിക്കൊണ്ടുവന്ന് അത് മതവിശ്വാസത്തിന് പറ്റാത്ത ആളുകളിൽ പോലും അത് അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇന്ത്യയായി നിലനിൽക്കാൻ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ സന്ദർഭങ്ങളിൽ ഓരോ മനുഷ്യന്മാരും, ഇന്ത്യക്കാരും ദൃഢപ്രതിജ്ഞ എടുക്കുകയും അതിനെ ഇന്ത്യയുടെ സ്വഭാവം നിലനിർത്തുവാൻ വേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ
മതപരമായി തന്നെ അതിന് ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മാതൃരാജ്യത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്കത് കാണാം. പ്രവാചകൻ മക്കയിലാണ് ജനിച്ചത്, മക്കയിലാണ് പ്രവാചകൻ വളർന്നത്, ആ മക്കയിലാണ് പ്രവാചകൻ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഇസ്ലാം വഹയി ലഭിക്കുകയും അതിന്റെ പ്രബോധനവുമായി കടന്നു വരികയും ചെയ്തപ്പോ പ്രവാചകന് വേട്ടയാടപ്പെട്ടു. അവസാനം നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. ഹിജറ പോവുക എന്ന് പറഞ്ഞാൽ എല്ലാം വെടിഞ്ഞു പോവുക എന്നതാണ്. അങ്ങനെ എല്ലാം വെടിഞ്ഞുകൊണ്ട് പോകുമ്പോ വിതുമ്പിക്കൊണ്ട് വിങ്ങുന്ന ഹൃദയത്തോടുകൂടി ചുണ്ടോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയെ നോക്കി പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കണം. എന്താ പ്രവാചകൻ പറഞ്ഞത്? വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ഇന്നക ലഖൈറു അർളില്ലാഹ്, നിശ്ചയമായും നീ അല്ലാഹുവിന്റെ ഭൂമിയാണ്. മക്കേ, നീ അല്ലാഹുവിന്റെ ഭൂമിയാണ്. വഅഹബ്ബു അർളില്ലാഹി ഇല്ലല്ലാഹ്, ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭൂമിയാണിത്. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഈ നാട്ടുകാർ എന്നെ പുറത്താക്കിയിരുന്നില്ല എങ്കിൽ ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ പോകുമായിരുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തേങ്ങലോടുകൂടിയാണ് മക്കയെ നോക്കിക്കൊണ്ട് ആ വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് മാതൃരാജ്യത്ത് നിന്ന് പോകുന്ന വിഷമം പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മദീനയിലേക്ക് ഹിജറ പോയത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. മദീനയിൽ എന്താ സംഭവിച്ചത്? മദീനയിൽ ഇസ്ലാമിന് വലിയ പ്രചാരം കിട്ടി, അവസാനം ഭരണവും കിട്ടി. പക്ഷെ ഭരണം കിട്ടിയപ്പോഴും പ്രവാചകൻ സ്വീകരിച്ച രീതി എന്താ? ആ രാജ്യം അവിടെയുള്ള ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരെ കൂടി ചേർത്ത് പിടിച്ച് അവരെ കൂടി കൂട്ടി ഒരു കരാർ ഉണ്ടാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അഥവാ മദീനയെ പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ജൂതഗോത്രങ്ങളാണ്, ജൂതന്മാരാണ്. ജൂതന്മാരെ വിശ്വാസവും ഇസ്ലാമിക വിശ്വാസവും രണ്ടും രണ്ടാണ്. പക്ഷെ എന്നിട്ടും ലിൽ യഹൂദി ദീനുഹും വലിൽ മുസ്ലിമീന ദീനുഹും, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ മതം, യഹൂദികൾക്ക് യഹൂദകളുടെ മതം. എന്നാൽ രാജ്യത്തെ പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കും എന്ന സന്ദേശമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൊടുത്തത്. അതിന്റെ അർത്ഥം എന്താ? ഒരു രാജ്യം എന്ന നിലക്ക് അതിന്റെ സ്വസ്ഥതയും അതിന്റെ അമ്നും നിലനിർത്തുന്ന വിഷയത്തിൽ ഭരണം കയ്യിലുണ്ടെങ്കിലും അവിടെയുള്ള മറ്റു വിഭാഗങ്ങളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട്, അതിന്റെ അർത്ഥം വിശ്വാസത്തിൽ മായം കലർത്തുക എന്നതല്ല, തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചിട്ടുള്ളത്. രണ്ടു തരം ആളുകൾ സ്വാഭാവികമായിട്ടും അവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും, ഏത് കാലഘട്ടത്തിലും ഉണ്ടാവും, ഇപ്പോഴും ഉണ്ട്. എന്താ? ഒന്ന്, ഇസ്ലാമിനെയും വിശ്വാസികളെയും ക്രൂരമായി പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ. മറ്റൊന്ന്, അവരോട് വളരെ സൗഹാർദ്ദത്തോടു കൂടി പെരുമാറുന്ന സാധാരണ മനുഷ്യന്മാർ. അവരാണ് രണ്ടാമത്തെ വിഭാഗമാണ് എല്ലാ കാലത്തും കൂടുതൽ ഉണ്ടാകുക. അവരാണ് കൂടുതൽ ഉണ്ടാകുക. അവരോട് എങ്ങനെ പെരുമാറണം എന്നാ ഖുർആൻ പറഞ്ഞത്? ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല, അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി, മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധത്തിന് വരാത്ത, വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് കിടപ്പാടങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവരുമായിട്ട് അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. എന്ത്? അന്തബറൂഹും, അവർക്ക് പുണ്യം ചെയ്തു കൊടുക്കുന്നത്, വതുഖ്സിതു ഇലൈഹിം, അവരോട് നീതിയോടുകൂടി പെരുമാറുന്നത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നിശ്ചയമായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ എന്താ പറഞ്ഞതിന്റെ ചുരുക്കം? ഇങ്ങോട്ട് ഉപദ്രവിക്കാത്ത ആളുകളോട് അങ്ങോട്ട് നല്ല നിലക്ക് നിൽക്കുന്ന മാത്രമല്ല, രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, അവർക്ക് പുണ്യം ചെയ്തു കൊടുക്കണം. രണ്ടാമത് പറഞ്ഞത് എന്താ? അവരോട് നല്ല രീതിയിൽ നീതിയോടുകൂടി പെരുമാറണം. അവര് വേറെ വിശ്വാസക്കാരുണ്ട്, അതുകൊണ്ട് അവരോട് എന്തു ആകാം എന്നൊരു രീതി വിശ്വാസിക്ക് സ്വീകരിക്കാനേ പാടില്ല. അപ്പൊ നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണ്. മറ്റു മറുപക്ഷത്ത് നിൽക്കുന്നതിൽ മഹാഭൂരിപക്ഷവും ഞാൻ ഈ പറഞ്ഞ ഈ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടെ എല്ലാ മതവിശ്വാസികളും അവരുടെ മതത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ സമാധാനം ഉണ്ടാകണം, ഇവിടെ സഹിഷ്ണുത ഉണ്ടാകണം, ഇവിടെ സഹവർത്തിത്വം ഉണ്ടാകണം, ഇവിടെ വർഗീയത ഉണ്ടായിക്കൂടാ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ തന്നെയാണ്. ഈ വർഗീയത നട്ടുവളർത്തുവാനും ഇവിടെയുള്ള സഹിഷ്ണുതയെ പിഴുതു കളയുന്നതിനും വേണ്ടി ഏതൊക്കെ ആളുകൾ യൂട്യൂബിലൂടെ എത്ര വിഷം ചൊരിഞ്ഞിട്ടും അവർക്കതിന് സാധിച്ചില്ല എന്നത് ഈ കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അഥവാ മുസ്ലിം
പിന്നെ ജനസംഖ്യ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ജയിച്ചു വരുന്നത് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ജയിച്ചു വരുന്നത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. ഇതിന് എന്തു മനസ്സിലാകുന്നു? മതം നോക്കിയിട്ടല്ല ഇന്ത്യക്കാരും കേരളക്കാരും ഇവിടെ വോട്ട് ചെയ്യുന്നത്. നമ്മുടെ നാടിന്, നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ഭൗതിക സൗകര്യങ്ങൾക്ക്, നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ഉപകാരം ചെയ്യുന്നത് ആരാണ്, ഞങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കാത്തത് ആരാണ് എന്ന് നോക്കിക്കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറയുന്നത് ഇതാണ് ഇസ്ലാമിന്റെയും അടിസ്ഥാനം എന്നതാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് ചെയ്തിട്ടുള്ളത് എന്നതാണ്. അതാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അങ്ങനെ നല്ല നിലക്കായിരിക്കണം. അപ്പൊ നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ രാജ്യസ്നേഹം എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ആ രാജ്യം അങ്ങനെ തന്നെ ബഹുസ്വരമായ ഒരു അന്തരീക്ഷത്തിൽ എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളും അവരുടെ വിശ്വാസങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രതലത്തെ ഇവിടെ നിലനിർത്തുക എന്നത് നമ്മളെല്ലാവരും ഈ സന്ദർഭത്തിൽ നിർവഹിക്കേണ്ട ഒരു ദൗത്യമാണ്. വിദേശക്കാരോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം? അത് സ്വന്തം അതിന് നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അത് നിയമവിധേയമായിരിക്കണം അവരോടുള്ള പെരുമാറ്റവും. രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്താൻ രാഷ്ട്രീയ രംഗത്തും എല്ലാവരും ശ്രദ്ധിക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ പ്രധാനമാണ്. രാഷ്ട്രീയം അഴുക്കുചാലാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതും എന്നാൽ രാഷ്ട്രീയത്തിൽ എന്തുമാകാമെന്ന് കരുതുന്നതും ഒരു വിശ്വാസിക്ക് ഒരിക്കലും കരണീയമല്ല. അരാഷ്ട്രീയവാദവും അവിശുദ്ധ രാഷ്ട്രീയവും വിശ്വാസികൾക്ക് ഒരിക്കലും ഭൂഷണമല്ല എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. ബാക്കി എന്ത് ചെയ്യുക? അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. രാജ്യം എത്രമേൽ കലങ്ങി മറിഞ്ഞാൽ, എത്രമേൽ ഇവിടെ ന്യൂനപക്ഷ വേട്ടകൾ ഉണ്ടായാലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാക്കി അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക എന്നതാണ്. കുതിരയെ അല്ലെങ്കിൽ ഒട്ടകത്തെ കെട്ടിയ ശേഷമാണ് പടച്ചോൻ എന്റെ കുതിരനെ കാക്കണേ എന്ന് പറയുന്നത്. അല്ലാതെ അതിനെ കെട്ടിടാതെ അത് അള്ള കാത്തോളും എന്ന് വിചാരിക്കാൻ പാടില്ല. അതല്ല തവക്കുല്. തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താ? ചില ആളുകൾ പറയുന്നത് നമ്മളിപ്പോ ഒന്നും ചെയ്യേണ്ടതില്ല, പടച്ചോൻ നമ്മളെ കാത്തോളും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട ചില ധർമ്മങ്ങളുണ്ട് ഇവിടെ. ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. ഒരിക്കലും തന്നെ നമുക്ക് നിരാശ വേണ്ട. എല്ലാ തന്ത്രങ്ങളെയും അതിജീവിക്കാൻ അള്ളാഹുവിന് കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. യാതൊരു തർക്കവും ആ കാര്യത്തിൽ ഇവിടെ. എത്ര കലങ്ങി മറിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അതിനൊരു പ്രതിപ്രവർത്തനം ഉണ്ടാക്കാൻ അള്ളാഹ് ഒരൊറ്റ സെക്കൻഡോട് കുൻ ഫയകൂൻ എന്നാണ്. എന്താ അള്ളാഹ് പറഞ്ഞത്? ഏത് സന്ദർഭത്തിലാ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അപായപ്പെടുത്താൻ ശത്രുക്കൾ തന്ത്രം മെനഞ്ഞപ്പോ അത് പൊളിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹ് പറഞ്ഞതാണെന്ത്? വമകറു, അവർ തന്ത്രം പ്രയോഗിച്ചു. വമകറുല്ലാഹ്, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും ഖൈറ്, ഏറ്റവും നല്ലവൻ അള്ളാഹു ആകുന്നു. വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. ഇതേത് സന്ദർഭത്തിലായി ആയത്ത്? മക്കയിൽ നബിക്കെതിരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടന്നപ്പോ അതാ ഖുർആനിൽ പറയാ വയംകുറൂന, അതാ നിനക്കെതിരിൽ അവർ തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. വയംകുറുല്ലാഹ്, എന്നാൽ അവർക്കെതിരിൽ അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹുവാണ് ഏറ്റവും തന്ത്രം പ്രയോഗിക്കുന്നവൻ എന്നാണ്. അപ്പോ എത്ര കലങ്ങി മറിഞ്ഞ അതിനൊരു കാരണം പടച്ചോൻ ചെയ്യും, ഉണ്ടാക്കും. കഴിഞ്ഞ 5 വർഷത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ മുമ്പത്തെ 5 വർഷം പോലെയല്ല ഈ കഴിഞ്ഞ 5 വർഷം. ശക്തമായ ഒരു പ്രതിപക്ഷം നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നു. അതിനർത്ഥം എന്താ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോ നമ്മൾ ഉറച്ചു നിൽക്കണം. ഒന്ന് വിശ്വാസപരമായി ഉറച്ചു നിൽക്കണം. അതാണ് വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ശക്തിയെയും വ്യക്തിയെയും ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. അഥവാ ഞാൻ ശിർക്ക് ചെയ്യുകയില്ല. ഞാൻ ബഹുദൈവ വിശ്വാസിയാവുകയില്ല. ശിർക്കിന്റെ ഒരാലാമത്തും എന്റെ അടുക്കലില്ല. എന്റെ കയ്യിലോ എന്റെ കാലിലോ എന്റെ അരയിലോ ഒരേലസും ചരടുമില്ല. ഞാനൊരു പുണ്യവാളന്റെ മക്ബറയിൽ പോയി ഞാൻ സുജൂദ് ചെയ്യില്ല. ഞാൻ അള്ളാഹുവിനോട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നേ ഞാൻ വിശ്വസിക്കും പ്രാർത്ഥിക്കുകയും ചെയ്യുള്ളൂ. ഇതിൽ ഉറച്ച് നമ്മൾ നിന്നാൽ നമുക്ക് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. യാതൊരു തർക്കവുമാണ്. കം മിൻ ഫിഅത്തിൻ ഖലീല വലബത് ഫിഅത്തിൻ കസീറ. എത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങൾ അതിജീവിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമുണ്ട്. 3 കാര്യമല്ലെന്ന് മുസ്ലിം സമുദായത്തിന് ആവശ്യം. ഒന്ന്, നമുക്കിവിടെ ജീവിക്കാനുള്ള സ്വാധീനം, ഈ ഭൂമിയിൽ ഒരു സ്വാധീനം ലഭിക്കും. രണ്ടാമത്തതോ, നമ്മൾ തൃപ്തിപ്പെട്ട ഈ മതത്തിന് നിലനിൽപ്പ് കിട്ടണം.
മൂന്നാമത്തതോ, ഇപ്പോഴൊരു ഭയമുണ്ട്, ആ ഭയം നീങ്ങി നമുക്ക് നിർഭയത്വം കിട്ടും. അള്ളാഹ് പറയണത് എന്താ അറിയോ? അത് തരാം. ആരെങ്കിലും അല്ല പറയണത്, അള്ളാഹ് പറയണത്. വാക്കുമാറ്റാത്ത പടച്ച തമ്പുരാനാണ് പറയുന്നത്. കരാറാണ്, നിങ്ങൾക്ക് ഞാൻ ഈ മൂന്നും തരാം, പക്ഷെ നിങ്ങൾ തിരിച്ചെനിക്കൊരു കാര്യം ചെയ്യും. അതെന്താ? അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു, അല്ലദീന ആമനൂ മിൻകും, ആരോട്? നിങ്ങളിൽ വിശ്വാസികളായവരോട്, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരോട്. എന്താണ് വാഴത്? മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, നിങ്ങൾക്ക് ഭൂമിയിൽ അവൻ അധികാരം നൽകും, സ്വാധീനം നൽകും. ഏതുപോലെ? കമസ്തഖ്ലഫല്ലദീന മിൻ ഖബലിഹിം, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് സ്വാധീനങ്ങൾ നൽകിയതുപോലെ. ഒരു കാര്യമായി. രണ്ടാമത്തതോ, വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതളാലഹും, നിങ്ങൾ തൃപ്തിപ്പെട്ട നിങ്ങളുടെ മതമില്ലേ, അതിന് നിങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പ് നൽകാം. രണ്ടാമത്തതായി. പിന്നെയോ, വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, നിങ്ങളിപ്പോൾ ഭയപ്പാടിലാണ്, വിഹ്വലതയിലാണ്, പ്രയാസങ്ങളിലാണ്, ബുദ്ധിമുട്ടിലാണ്, സങ്കടത്തിലാണ്. അത് മാറ്റിക്കൊണ്ട് അവിടെ നിങ്ങൾക്ക് പകരം നിർഭയത്വം നൽകാം, നിങ്ങൾക്ക് സമാധാനം നൽകാം. മൂന്ന് കാര്യവുമായി. എന്നിട്ട് അല്ലാഹ് പറയാണ്, നിങ്ങൾക്കിത് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? യഅ്ബുദൂനനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. ലാ യുശ്രികൂന ബി ശൈആ, ഒരിക്കലും തന്നെ അതിൽ മറ്റൊരാളെ നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, എന്നോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. മുഹ്യിദ്ദീൻ ശൈഖയെ കാക്കണേ എന്ന് പറയാൻ പാടില്ല, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയാൻ പാടില്ല, ഏതെങ്കിലും മക്ബറകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല, രോഗം മാറാൻ വേണ്ടി സിദ്ധന്മാരെയോ തങ്ങന്മാരെയോ പോയി കാണാൻ പാടില്ല, അങ്ങനെയുള്ള ശിർക്കിന്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ അതൊരാൾക്കൂട്ടമാണ്. ആ ആൾക്കൂട്ടത്തെ സഹായിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കില്ല. എനിക്ക് സഹായിക്കേണ്ട ബാധ്യത അള്ളാഹുവിനോട് അഥവാ എന്നോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ മാത്രമേ ഉള്ളൂ. അപ്പൊ അള്ളാന്റെ സഹായം കിട്ടണമെങ്കിൽ അതിന്റെ അടിസ്ഥറ എന്ന് പറയുന്നത് തൗഹീദാണെന്ന് മനസ്സിലാക്കണം. അതിനപ്പുറത്തേക്ക് പോയാലോ, വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാകുന്നു തമ്മാടികൾ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഓർക്കുക, ഒരു നിരാശയും വേണ്ട, ഒരു നിരാശയും വേണ്ട. ആര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ടാവും. തൗഹീദ് ഉണ്ടായാൽ തർക്കൊന്നും വേണ്ട, നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതായ. കാരണം എന്താ അറിയോ? കടലിനും ശത്രു പടക്കും നടുവിൽ വെച്ച് ഇന്ന റബ്ബി സയഹ്ദീൻ എന്ന് പ്രഖ്യാപിച്ച മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അള്ളാഹുവാണ് നമ്മുടെ കൂടെയുള്ളത്. തീജ്വാലകൾക്ക് നടുവിലും പതറാതെ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പടച്ച തമ്പുരാനാണ് നമ്മുടെ കൂടെയുള്ളത്. രോഗപീഠകളിലും ആഴക്കടലിന്റെ ഇരുട്ടിലും വിളിച്ചപേക്ഷിച്ച അയ്യൂബ് നബിയുടെയും യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും അള്ളാഹുവാണ് നമ്മുടെ കൂടെയുള്ളത്. സൗർ ഗുഹയിൽ അതിന്റെ ഇരുട്ടിൽ വെച്ചുകൊണ്ട് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നിങ്ങൾ ദുഃഖിക്കേണ്ട, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹുവിനെ ആശ്വസിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടച്ച തമ്പുരാനാണ് നമ്മുടെ കൂടെയുള്ളത്. അബ്രഹത്തിന്റെ പടയിൽ നിന്ന് കഅബയെ അബാബീൽ പക്ഷികളെ കൊണ്ട് കാത്തുരക്ഷിച്ച റബ്ബുൽ ആലമീന്റെ കരുതലും കാവലും വിശ്വാസികൾക്കുണ്ടാകുമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി നിർഭയമായി കൊണ്ടായിരിക്കണം ഏത് സമൂഹത്തിലും, ഏത് രാജ്യത്തും, ഏത് വീട്ടിലും നാം മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുക. 80 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാലിലുണ്ടായിരുന്ന ചങ്ങലയുടെ ഉത്തരവാദി ബ്രിട്ടീഷുകാരായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയാം, ആരും നിഷേധിക്കില്ല. എന്നാൽ ഈ 80 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ കാലിൽ മാത്രമല്ല, നമ്മുടെ കാലിലും നമ്മുടെ കയ്യിലും നമ്മുടെ കഴുത്തിലും ഒരു ചങ്ങലയുണ്ട്. ആ ചങ്ങലയുടെ ഉത്തരവാദി ആര്? ആ അസ്വാതന്ത്ര്യത്തിന്റെ ഉത്തരവാദി ആര്? ആ പാരതന്ത്ര്യത്തിന്റെ ഉത്തരവാദി ആര് എന്ന് ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം ഉറക്കെ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് അതിർത്തി കടന്നു വന്നുകൊണ്ടുള്ള കോളനിവൽക്കരണമല്ല നടക്കുന്നത്. പണ്ട് ബ്രിട്ടീഷുകാർ ബ്രിട്ടനിൽ നിന്ന്
ഇവിടെ വന്ന് നമ്മളെ അധീശപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് കപ്പൽ കയറി വന്ന് പിന്നെ യൂറോപ്യന്മാര് നമ്മളെ കോളനിവൽക്കരിക്കുകയായി. എന്നാൽ ഇപ്പോ അതിർത്തിക്കപ്പുറത്തിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സംസ്കാരത്തെയും കീഴ്പ്പെടുത്തുന്ന അത്യന്തം അപകടകരമായ അധിനിവേശത്തിന്റെ സാഹചര്യമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ വേഷത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ മനോഭാവത്തെ, നമ്മൾ എന്ത് ചിന്തിക്കണമെന്ന് പോലും ഇന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത്. ആരാ തീരുമാനിക്കുന്നത്? ചില അൽഗോരിതങ്ങളാണ് തീരുമാനിക്കുന്നത്. നമ്മളൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ, യൂട്യൂബിൽ ഒരു സാധനം കണ്ട അതേപോലെ സാധനം വേറെ കൊണ്ടുവന്നു തരും. അപ്പൊ നമുക്ക് തോന്നുന്നത് എല്ലാവരും തന്നെ കാണുന്നത്. അങ്ങനെ എല്ലാവരും ഇന്നൊരു ബബിളിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താ ബബിൾ എന്ന് പറഞ്ഞാൽ? അവനാന്റെ മൊബൈലും അവനാന്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതിലെപ്പോഴും എന്താണോ കാണുന്നത്, അത് വൃത്തികെട്ട ചിത്രങ്ങളാ കാണുന്നത് വെച്ചാൽ വെറും വൃത്തികെട്ട സാധനം വരും. അപ്പൊ നമുക്കൊന്നും എല്ലാവരും ഇതാ കാണുന്നത്. നമ്മൾ ചിലപ്പോൾ രാഷ്ട്രീയമായ ചർച്ചകളാണ് കാണുന്നതെങ്കിൽ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മതപരമായ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, അതാണ് നമുക്ക് വരിക. അപ്പൊ നമ്മൾ പോകുന്നത് എല്ലാവരും അതാണ് വിശ്വസിച്ച്. അങ്ങനെയല്ല. അപ്പൊ നമ്മളൊരു ജയിലിനുള്ളിലാണ്. അതിനനുസരിച്ചാണ് ഒരു സമാന്തര ലോകത്താണ് പലപ്പോഴും ഉള്ളത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു ഇന്ന് മനുഷ്യന്മാർക്ക്? എല്ലാവരും ഇന്ന് അങ്ങനെയുള്ള ഒരു ലോകത്ത് ജീവിക്കുക, അഥവാ മറ്റു രാജ്യങ്ങളിലുള്ള അവരുടെ ചിന്താഗതികളും കാര്യം. അതാണ് ലിബറൽ സമൂഹം എന്ന് പറയുന്നത്. അതാണ് ലിബറലിസം എന്ന് പറയുന്നത്. അതിനെ കീഴ്പ്പെട്ടുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പോകുന്നു. അതായത് ഒരാൾ ഇപ്പൊ ഈ അടുത്ത് പറഞ്ഞത്, ഇനി ഇസ്ലാമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലൊന്നും നടക്കൂല, വല്ല ഗുഹയിലും പോയി ജീവിക്കുന്നു. കാരണം ആ രീതിക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതാ രീതിയിൽ ആളുകള് ഇസ്ലാം ഒന്നും ഈ കാലത്തിന് പറ്റിയതല്ല എന്നുള്ള രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം തോന്നലുകൾക്ക് പിറകെ പോയാൽ എന്താ സംഭവിക്കുക? അതായത് എനിക്ക് എന്റെ കാര്യം, എനിക്ക് 18 വയസ്സായി, എന്റെ ശരീരം, മൈ ബോഡി മൈ റൈറ്റ് ആണ്, ഇന്നാരും ചോദിക്കണ്ട, ഇന്നോടാരും പറയണ്ട, എന്റെ കല്യാണ സമയമായ ഞാൻ തീരുമാനിക്കും. ഇതൊക്കെ എവിടുന്ന് വന്ന? കുറെ കുട്ടികൾ കേരളത്തിൽ നിന്ന് പിന്നെ കൊറിയയിലേക്ക് പോയി. SLCക്കും +2നും പഠിക്കുന്ന കുട്ടികൾ. എന്താ കൊറിയയിലേക്ക് എങ്ങനെ പോണത്? അവിടെ ഇരുന്നു കൊണ്ട് അവരിവിടെ ഭരിക്കുന്നുണ്ട്, കുട്ടികളെ ഭരിക്കുന്നുണ്ട്, നമ്മളെ മക്കളെ ഭരിക്കുന്നുണ്ട്, പല ആൾക്കാരെയും ഭരിക്കുന്നുണ്ട്, വിശ്വാസത്തെ ഭരിക്കുന്നുണ്ട്, സംസ്കാരത്തെ ഭരിക്കുന്നുണ്ട്, വേഷങ്ങളെ അവർ ആ രീതിയിലാക്കുന്നുണ്ട്. ഓരോരുത്തരും ഇപ്പൊ അതിനാണ് ഇപ്പോ കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ. അഥവാ എനിക്ക് തോന്നിയ മാതിരി ഞാൻ ജീവിക്കുന്നു. ഈ തോന്നിയ മാതിരി ജീവിച്ചാൽ എന്താ സംഭവിക്കുക? നിങ്ങളെങ്ങാനും നിങ്ങളുടെ തോന്നലുകൾക്ക് പിന്നാലെ നിങ്ങൾ പോയാൽ, അതാണ് സത്യമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആകാശവും ഭൂമിയും അതിലുള്ളതും ഒക്കെ ഫസാദാവുകയായിരുന്നു, ഒക്കെ നശിക്കുമായിരുന്നു. പക്ഷേ നാം അവരുടെ അടുക്കൽ അവർക്കുള്ള ഉപദേശവും കൊണ്ട് ചെന്നിരിക്കുകയാണ്. എന്നാൽ അവരാകട്ടെ അവരുടെ ഉപദേശത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരുമാകുന്നു. ഉപദേശം നിങ്ങൾക്ക് കേൾക്കണം, അതൊക്കെ തന്ത വൈബാണ്, അതൊക്കെ തള്ള വൈബാണ്. ഇപ്പത്തെ പുതിയ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയാണ്. ഒരു പ്രസംഗ മര്യാദക്ക് അവർക്ക് കേൾക്കാൻ കഴിയില്ല. വേറൊരു ഹാങ് ഓവറിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഇതൊക്കെ സംഭവിക്കുന്നത് അറിയോ? കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഒരു പുതിയ കണക്കുണ്ട്. എവിടേക്കാ ഇങ്ങനെ പോയ ഒട്ടുന്നതിന്റെ ഇപ്പൊ അടുത്ത വന്ന കണക്കാ. എന്താ കണക്ക്? പുതുതായി കണ്ടെത്തുന്ന HIV കേസുകളിൽ 15 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നതാണ്. പണ്ട് കാലത്ത് മുതിർന്ന ആളുകളിലാണ് എയ്ഡ്സ് രോഗം പലപ്പോഴും കണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. 15ന്റെയും 30ന്റെയും ഇടയിലുള്ള കുട്ടികളിൽ, യുവാക്കളിൽ, പെൺകുട്ടികളിൽ ഈ അസുഖം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അതിന് കാരണവും പറഞ്ഞിട്ടുണ്ട്. 2 കാരണമാണ് ഉയർത്തിക്കാട്ടിയത്. ഒന്നെന്താ അറിയോ? സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള മയക്കുമരുന്ന് ഉപയോഗം. അതായത് ഒരു ആൾ കുത്തിയ സാധനം തന്നെ വേറൊരാൾ കുത്തും. ആ മയക്കുമരുന്ന് ഉപയോഗം ഈ എയ്ഡ്സിന് കാരണമാകുന്നു. മറ്റൊന്ന് ഡേറ്റിംഗ് ആപ്പുകളും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളുമാണ്. എന്താ ഡേറ്റിംഗ് ആപ്പുകൾ എന്ന് പറഞ്ഞാൽ? ഒരു ആപ്പ് വരുന്നു, ആ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആളൊപ്പം പോകാം ഒരു രാത്രി, അടുത്ത ദിവസം വേറൊരാളെ കൂടെ അഴിഞ്ഞാടുക, വിവാഹം വേണ്ട, പിന്നെ കുടുംബം വേണ്ട, തോന്നിയ പോലെ പോകാം. ഈ സാധാരണ പട്ടി നായൊക്കെ അങ്ങാടി കൊണ്ട് നടക്കണ മാതിരി മനുഷ്യന്മാര് നടക്കാന്നല്ലേ പറഞ്ഞുകൊണ്ടാക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ആരാ ഉത്തരവാദി? ഇത് അവിടെയും ഇവിടെയും കിടക്കുന്ന ആശയങ്ങൾ എങ്ങനെ നമ്മുടെ തലയിലേക്ക് എത്തി? നമ്മൾ അതിന്റെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സോഷ്യൽ മീഡിയയിലെ, ഇന്റർനെറ്റിന്റെ ആഗോളപരമായ ഈ രീതിയിലുള്ള ലിബറലിസത്തിന്റെ തടവറയിലാണ് നമ്മുടെ ആ ചങ്ങല. നമ്മുടെ കാലിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കഴുത്തിലുണ്ട്. അതിൽ നിന്ന് ഒരാൾക്കും മോചിതമാകാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ നാട് കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ അധിനിവേശത്തിന്റെ ചങ്ങലയെ കൂടി നമ്മൾ പൊട്ടിച്ചെറിയണം. അപകർഷതാബോധം മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ദീനിലേക്ക് കൂടുതൽ പ്രവേശിക്കുക. അതേ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട. നമ്മൾ ദീനിക്ക് വരിക. ഉമർ റളിയല്ലാഹുവിന്റെ ഒരു വാക്ക് നമ്മൾ ഓർക്കുക. ഇന്ന കുന്ന അതല്ല ഖൗമി, നാം ഏറ്റവും
നിന്ദ്യരായ ഒരു ജനതയായിരുന്നു. അല്ലാഹു പറയാം ഫഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, എന്നാൽ തുടർന്ന് ഇസ്ലാം മുഖേന അള്ളാഹു നമുക്ക് പ്രതാപവും അതുപോലെ തന്നെ പ്രൗഢിയും നൽകുകയുണ്ടായി. അള്ളാഹു നമുക്ക് പ്രതാപം നൽകിയ ഇസ്ലാം അല്ലാത്ത മറ്റൊന്നിലൂടെ നാം പ്രതാപം തേടിയാൽ അള്ളാഹു വീണ്ടും നമ്മളെ നിന്ദ്യരാക്കുമെന്നാണ്. അപ്പൊ ഇസ്ലാം അല്ലാത്തൊരു സാധനം നമുക്ക് ഒരു പ്രതാപവും തരൂല. ഇസ്ലാം കൊണ്ടേ നമുക്ക് പ്രതാപം കിട്ടുള്ളൂ. ഇസ്ലാം കൊണ്ട് ഒഴിവാക്കിയാൽ ഈ എയ്ഡ്സും ഈ പറഞ്ഞ സംഗതികളും ഈ മഹാമാരികളും കൊണ്ട് മനുഷ്യനെ നശിക്കുക ചെയ്യും. എന്താ ഇപ്പൊ ഈ തൂഫാൻ എന്ന പരിപാടി പ്രഖ്യാപിക്കേണ്ടായ കാരണം എന്താ? അത് പ്രഖ്യാപിച്ചപ്പോൾ അവസ്ഥ എന്താ? അതിൽ പിടിക്കപ്പെടുന്ന ആളുടെ പേരെന്താ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ നോക്കുമ്പോൾ 6 ആളെ ഫോട്ടോ ഉണ്ട്. ആ 6 ആളെ ഫോട്ടോത്തിൽ 5 ആളുടെ പേരും തുടങ്ങുന്നത് മുഹമ്മദ് എന്ന പേര് വെച്ചുകൊണ്ട്, 6ാമത്തെ ആളുടെ പേര് അവസാനിക്കുന്നത് മുബാറക് എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ അവസ്ഥ? അതായത് കൗമ എവിടേക്ക് എത്തിപ്പോയിക്കാണ്. പിന്നെ എങ്ങനെ ഈ കൗമിന് അള്ളാന്റെ സഹായം ഉണ്ടാകുക? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു സ്വാതന്ത്ര്യ ദിനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന്റെ ഇങ്ങനെയുള്ള കുറെ മാനങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് നമ്മൾ ശരിയായി നമ്മളെ ദീനിലേക്ക് വരിക, നമ്മുടെ രാജ്യം രാജ്യമായി നിലനിർത്താനുള്ള അധ്വാനവുമായി മുന്നോട്ട് പോവുക, പ്രാർത്ഥിക്കുക. അള്ളാഹുവിനെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഫിത്തനകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ നാടിനെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.